സോ ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കൺസേണിങ് ആയിട്ടുള്ളൊരു മാറ്റർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ നമ്മുടെ ഈ ഒരു ജിയോയിഡ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സമയത്ത്, ഓക്കെ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടല്ല നമ്മൾ തുടങ്ങിയത് ഉദ്ദേശിച്ചത്. ഞാൻ അതിനെ പറ്റിയിട്ട് വഴിയെ പറയാം. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മുടെ ഫസ്റ്റത്തെ കുറച്ച് ബാച്ചസ് ഇല്ലേ, അപ്പോൾ ആ ബാച്ചസിൽ കുട്ടികളൊക്കെ വളരെ എനർജറ്റിക് ആയിരുന്നു, ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു ആൻഡ് ഫുൾ ഓഫ് ഹോപ്പ്. പക്ഷേ വരെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് നോട്ടീസ്ഡ് സംതിങ് ലൈക്ക് ഒരുപാട് ആൾക്കാർ ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്ത് പോകുന്നവർ പൊക്കോട്ടെ, അതിൽ നമുക്ക് വേറെ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഇതിനിടയിൽ കുറച്ച് ആൾക്കാർ ക്ലാസ് സ്കിപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. ഓക്കെ, സം ആർ സ്കിപ്പിംഗ് ക്ലാസ്സസ് ആൻഡ് ദാറ്റ് ഹേർട്സ് അസ് എ ലോട്ട്. ഓക്കെ, ഇത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ലോസ് എ നമ്പർ ബട്ട് ബിക്കോസ് വി ലൂസ് എ ഡ്രീം. അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഈസി അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും IAS-ഉം IPS-ഉം IFS ഒക്കെ ആയിട്ട് നടക്കും. ഓക്കെ, സോ ഈ ഒരു ജേണിയിൽ ടെൻഷനും പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഈ ജേണിയുടെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? ഞാൻ പണ്ട് കണ്ടൊരു സീരീസ് ഉണ്ട്. അപ്പോൾ ആ സീരീസിൽ ആ ഒരു കണ്ട ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയിലുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു ഫൈനൽ ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുക ഉത്തരാഖണ്ഡിലെ ലബാസ്നയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ലബാസ്നയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നാണ് ട്രെയിനിങ്. അപ്പോൾ അവിടെ നിന്നല്ല നിങ്ങളുടെ ട്രെയിനിങ് തുടങ്ങുന്നത്. ആക്ച്വലി ഈ ഒരു പ്രിപ്പറേഷൻ ഇല്ലേ, ഈ ഒരു പ്രിപ്പറേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് നിങ്ങൾ അതിന് വേണ്ട ക്വാളിറ്റീസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ ഗായ്സ്, ഇത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡെഡിക്കേഷനും ആ ഒരു കമ്മിറ്റ്മെൻറ്റും പെർസിവിയറൻസും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. മോട്ടിവേഷൻ ഇവിടെ ഇല്ല. ഓക്കെ, മോട്ടിവേഷൻ എന്നുള്ളൊരു സംഭവമായിട്ട് നിങ്ങൾ ഇതിലോട്ട് വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ പേഴ്സണലി. അതാണ് ഞാൻ ഈ സ്ലൈഡിൽ ആദ്യം തന്നെ നമ്മുടെ വിക്രമാദിത്യൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചത്. ഓക്കെ, ഈ സിനിമയൊക്കെ കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. സോ സിനിമയല്ല ജീവിതം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ഇവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡൽഹിയിലേക്ക് പോവാം, പാർട്ട് ടൈമായിട്ട് സിവിൽ സർവീസ് പഠിക്കാം എന്നൊന്നും വിചാരിച്ച് പോയിട്ടൊന്നും ക്രാക്ക് ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. ഇതൊന്നും അങ്ങനത്തെ ഒരു സംഭവം അല്ല സിവിൽ സർവീസ്. ഓക്കെ, ഇത് സമയമെടുക്കും. അതിനനുസരിച്ച് എഫേർട്ട് ഇട്ടാൽ മാത്രമേ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. പിന്നീട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പഠിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് ഇത്രയും സീനാണല്ലേ എന്നുള്ള കാര്യം മനസ്സിലാവും. സോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ദ ട്രൂത്ത് ഈസ് സക്സസ് കംസ് ടു ദോസ് ഹു സ്റ്റിക്ക് അറൗണ്ട് വെൻ ഇറ്റ്സ് ടഫ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാട്ട് ഡ്രീം പുഷ് യു ടു എൻറോൾ എന്നുള്ള കാര്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഓക്കെ, സോ സിനിമയൊന്നും കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് ദയവ് ചെയ്ത് വരല്ലേ. കാരണം ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ജോബിന് കയറി വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ പാർട്ട് ടൈമായിട്ട് സിവിൽ സർവീസിന് പഠിക്കുന്നവരുണ്ട്. സോ അവരെ ചെയ്യുന്നത് ദേ ആർ ഡൂയിങ് എ വെരി ഗ്രേറ്റ് ജോബ്. അവർക്ക് നല്ലൊരു ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എഫക്റ്റീവായിട്ടൊരു 5 hours അല്ലെങ്കിൽ 6 hours അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് പറയാനുള്ള എൻ്റെ കൺസേൺ എന്ന് വെച്ചാൽ, ഈ 21 വയസ്സ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ളവർ നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് എനിക്ക് മെയിനായിട്ട് അവരോടാണ് ഇത് പറയാനുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം കൊണ്ട് ഇതിലോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, മോട്ടിവേഷൻ എന്നുള്ളത് ഇത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. ഓക്കെ, സോ ഈ 1 വർഷം മോട്ടിവേഷൻ നിൽക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. ഓക്കെ, ഡിസിപ്ലിൻ എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് വന്നാൽ മതി. ആ ഒരു ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും പെർസിവിയറൻസും ഡിസിപ്ലിനും മസ്റ്റാണ്. ഓക്കെ, പേഷ്യൻസും. സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആൻഡ് ഇപ്പോൾ 1 വിക്രമാദിത്യൻ, 2 നമ്മുടെ മമ്മൂട്ടിയുടെ ദ കിങ് ഒക്കെ കണ്ട് സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം, അച്ചടിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷനൊക്കെ കേട്ട് വന്ന മക്കളെ വർഷം പോകുന്നല്ലാണ്ട് വേറെ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഭരത്ചന്ദ്രൻ IPS ഡയലോഗൊന്നും ഞാൻ പറയുന്നില്ല, അത് ഒഫൻസീവ് ആവും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മെയിൻ ട്രെൻഡ് സെറ്ററാണ്. ഓക്കെ, 12th ഫെയിലൊക്കെ കണ്ടിട്ട് നല്ല തന്നെ, പക്ഷേ എന്നാലും റിയാലിറ്റി വേറെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് പ്രിലിംസിൽ 10 ലക്ഷം പേര് പ്രിലിംസ് എഴുതും. ഓക്കെ, 10 ലക്ഷം പേര് പ്രിലിംസ് എഴുതിയിട്ട് മെയിൻസിലേക്ക് ക്വാളിഫൈ ആകുമ്പോൾ ഒരു 14,000 to 15,000 ആൾക്കാരെ മെയിൻസ് എഴുതും.
ഇതിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുക ഒരു 2500-3000 പേരായിരിക്കും. അതിൽ ഫൈനലിസ്റ്റിൽ കയറുക ഒരു 1000 പേരായിരിക്കും. അതിൽ ഒരു 300 പേര്, ടോപ്പുള്ള 300-400 പേരായിരിക്കും IAS-ഉം IPS-ലേക്കും IFS-ലേക്കും ഒക്കെ വരിക. ടോപ്പ് ക്ലാസ് സർവീസിലേക്ക് അവരായിരിക്കും വരിക. പിന്നെ ആ ഒരു കേഡർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, നിങ്ങൾക്ക് ഏത് സർവീസ് കിട്ടുന്നൊക്കെ ആ ഒരു വേറെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്, കോൺഫിഡൻസ് കുറയ്ക്കുകയാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് ഫാക്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒന്നാമത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല, 2ൽ കിട്ടിയില്ല, 3ൽ കിട്ടിയില്ല, 4ൽ കിട്ടിയില്ല, 5ാമത്തെ അറ്റംപ്റ്റൊക്കെ നിങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. ഞാൻ കാര്യം പറയാമല്ലോ, ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിന് നല്ലൊരു സമയം 4-5 വർഷം നമ്മളിതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ടാവും. സോ സിൻസിയറായിട്ട് നിങ്ങൾ 100% നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ 100% ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊരു എയിമുണ്ട്, ആ ഒരു എയിമിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്തത്, അതിൽ ഒരു റിഗ്രറ്റും നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ. ഒരു സീനും ഇല്ല, ആ കോൺഫിഡൻസ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു സിവിൽ സർവീസ് ട്രൈ ചെയ്യണം എന്നുള്ളത്, നിങ്ങൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല. 100% നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു സീനും ഇല്ലല്ലോ. പിന്നെ ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ, അതങ്ങോട്ട് വിടുക. ഓക്കെ, അതല്ലാണ്ട് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഇങ്ങനെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 2-3 വർഷം ഇങ്ങനെ ഒരു 10-10 പോയിട്ട് മെല്ലെ 3-4ാമത്തെ വർഷമായിരിക്കും ഇതിൽ സിൻസിയറായി പഠിക്കാതെ തോന്നുക. അപ്പോൾ കിട്ടൂല, അത് ആ അറ്റംപ്റ്റിൽ കിട്ടില്ല, എന്നിട്ട് അടുത്ത അറ്റംപ്റ്റ് എടുക്കും, അതിലും കിട്ടില്ല, എന്നിട്ട് അടുത്ത അറ്റംപ്റ്റിലേക്കൊക്കെ പോകുന്ന ടൈമിലുണ്ടല്ലോ ആ ഒരു അവസ്ഥ ഭയങ്കര സീനാണ്. അത് എത്തിയാലേ മനസ്സിലാവുള്ളൂ. സോ നമുക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ടെൻഷനോ പ്രഷറോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ജേണിയിലുള്ള പ്രഷറും ടെൻഷനും ഒക്കെ ഈ ജേണിയുടെ ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു പ്രഷർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ആ ഒരു പ്രഷർ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത്രയും ടോപ്പാണ്. യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷയുടെ സിലബസും ഇത്രയും സ്റ്റേജസൊക്കെ UPSC ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ഗായ്സ്, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, സിൻസിയറായിട്ട് എഫേർട്ട് എടുക്കുക. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങളിവിടെ ഉണ്ട്. ഒരൊറ്റ മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ ആ സമയത്ത് അപ്പം തന്നെ നമ്മൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗായ്സ്, കം ബാക്ക്, നോട്ട് ഫോർ us, ഫോർ യു. ഓക്കെ, യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ പോസിബിൾ. ഓക്കെ, ബൈ.